അവിടെ 2ാം നമ്പറിൽ വേറെ സ്വന്തം പേര് ഇത് ശശി പേരാടാ ശശി പൈസ ചാടി പിന്നെ എല്ലാം നമ്മുടെ തരുണി മണികളും കാരമുള്ളുകളും എല്ലാം അവർ എത്തിയോ? ഇത് കൊണ്ടാൽ ഭയങ്കര ഇതുണ്ടാവും, വിഷമുണ്ടാവും. അതുകൊണ്ടാണ് കാലത്ത് ചോദിച്ചത്. തരുണി മണികൾ ഇതിനെ പറയാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നു ഇപ്പോഴും എന്ന് ഞാൻ പറഞ്ഞില്ല. കാരമുള്ളെന്ന് പറഞ്ഞാൽ അത് കൊണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുന്നില്ല. ഒന്ന് വന്ന് നോക്കട്ടെ. എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് സുഖമായിരിക്കുന്നു. മരുന്നൂരല്ല നമ്മൾ കൊടുക്കണം. ദൂരത്തുനിന്ന് വരുന്നവർക്കാണ് എന്തൊക്കെയോ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളൊന്നാണേ ഒന്നാണേ ഞങ്ങളൊന്നാണേ ഞങ്ങളൊന്നാണേ ഒന്നാണേ ഞങ്ങളൊന്നാണേ ഈ ചെങ്ങാതിക്കൂട്ടമൊന്നാണേ വരുന്നു ഞങ്ങൾ അണിയണിയായ 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 ഉയരും ഞങ്ങൾ അലകടലായ അലകടലായ. ഞാനിതൊരു പറയുകയും ചെയ്തു. ബേബി പോയോ? ഞങ്ങളങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മൾ വരാൻ വേണ്ടി വേറൊരു കാര്യം വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഞാൻ വാങ്ങിയിട്ട് വിളിച്ചത് ഷാജി ഫോട്ടോ അല്ല വീഡിയോ ഭിക്ഷയടിക്കാനുള്ള പൈസ ആകെ ഇത് മാത്രമേ ഉള്ളൂ. എന്ത് വിശേഷം?
ജോൺസൺ നീന്തലം കൂടെ പോയാൽ പോകില്ല. ഇന്നലെ ബത്തേരി പോയി. ഇന്നലെ ലൈസൻസ് എല്ലാം ഉണ്ടാവും. ഉണ്ടായിരുന്നോ? ഞാനും പിന്നെ സംബന്ധിച്ചെന്നുള്ള നിങ്ങൾ ഫോട്ടോയിൽ ഇടയ്ക്ക് കുട്ടി സ്പെഷ്യൽ കണ്ടായിരുന്നു. മറ്റേ സഭ്യനെ വന്നിട്ടില്ല. മറ്റേ സഭ്യനെ കണ്ടായിരുന്നു. ശിവ കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഞാൻ മോനും മോളും കണ്ടു മോന്റെ പറഞ്ഞില്ല കുറെ എന്നോട് പറഞ്ഞു. എന്നോട് പദ്ധതി പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇവിടെ കരയുമായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നീ മാക്സിമം ഇനി കല്യാണം കഴിച്ച മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ഇന്റർഫെയർ ചെയ്യുന്ന പിന്നെ അത് വിനായികമായിട്ട് വായിക്കും. ഞാൻ ചെയ്യുന്നു. ഇങ്ങോട്ട് പോകാൻ പോളെ. 4 മണിയായപ്പോൾ അവിടെ റൂമൊക്കെ എടുത്ത് അവിടെ കൂടിയിട്ട് ഫ്രഷ് ആയിട്ട് അവിടെ ഇതുണ്ട്, കമ്പനിയുണ്ട്. കാപ്പി ആറ്റോ അവിടെ കൊടുക്കട്ടോ. തടി വേണ്ട.
പിന്നെ നമ്മളിങ്ങനെ നോക്കി നമ്മുടെ കോള് ചെയ്യായിരുന്നു. അമ്മേരെ കൂടെ വരുന്ന ഇതാണ് മോളും വരുവനോ പേരക്കുട്ടി ഇതാണ് സാറാമ ഞാൻ അവിടെ നിന്ന് കാഞ്ചന മരണ വഴി ചായ കുടിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരും. ഉപസാദൃശ്യമുള്ള ആരെങ്കിലും ആണോ? ഏഴിലൊരാൾ കയ്യിൽ തരേണ്ടവരാണ്. തീർത്തിട്ടില്ല. ലൈറ്റ് മതിയോ അതോ ആരല്ലേ? വാതിലിടാനുള്ള ഇന്നലെ പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ 6 പീസ് പനിയാണ്. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അത് ഞാൻ പനിയാണെന്നാ ഞാൻ എന്തായാലും വിളിച്ചിരുന്നു. കണ്ണനോ? പൈസ നീട് വന്നാല് അതിപ്പോ ഇവിടെ ഉണ്ടോ? നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും ഫ്രീ ആവും. ഞങ്ങളൊന്നും അങ്ങനെയൊന്നും പോയില്ല. മധുവിന്റെ രജിസ്ട്രേഷൻ കല്യാണ രജിസ്ട്രേഷൻ അല്ലേ ഇന്ന് രാത്രി വരും. രാവിലെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചത് നിനക്ക് കുറച്ച് പൈസ കൂടി വീശ ആയിരിക്കും. ഞാൻ വീശല്ല അല്ല കുറച്ചും കൂടെ അല്ല കുറച്ചും കൂടി വേണമെങ്കിൽ ബെന്നീനൊക്കെ ഒന്ന് കാണട്ടെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ട് ഇവിടെ പേര് അറിയാതെ പോയാൽ ഉച്ചക്കൊന്നും കിട്ടൂല. അതാണ് പ്രശ്നം. കണ്ണട ബാഗ് പിടിക്കാൻ ഒരുപാട് പേരുണ്ട്. പറയും എൽദോ അറിയോ? എൽദോ ജോ പിന്നെന്താ
പണ്ട് ഞങ്ങളുടെ അയൽവാസിയായിരുന്നു കേട്ടോ. കുമ്പളേരിയില്. പിന്നെ അവിടെ നിന്ന് കുറച്ച് പോയത്. നമസ്കാരം സാർ. എല്ലാരും ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആളവിടെ വെച്ചോ. വരണ ഉച്ചയാകുമ്പോഴേ പറയുമ്പോൾ കുറച്ച് പേരുടെ ബാക്കിയുള്ള ഇനി താമസം തുടങ്ങാൻ എന്താ പറയാ അവര് വന്നാൽ അവർ രാവിലെ വന്നു. ഞങ്ങളൊന്നാണേ ഒന്നാണേ ഞങ്ങളൊന്നാണേ ഞങ്ങളൊന്നാണേ ഒന്നാണേ ഞങ്ങളൊന്നാണേ ഈ ചെങ്ങാതിക്കൂട്ടമൊന്നാണേ വരുന്നു ഞങ്ങൾ അണിയണിയായ 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 ഉയരും ഞങ്ങൾ അലകടലായ 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 വരുന്നു ഞങ്ങൾ അണിയണിയായ 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 ഉയരും ഞങ്ങൾ അലകടലായ 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 ഞങ്ങളൊന്നാണേ ഒന്നാണേ ഞങ്ങളൊന്നാണേ ഈ ചെങ്ങാതിക്കൂട്ടമൊന്നാണേ നാലു പതിറ്റാണ്ടു കാത്തു ഞങ്ങൾ കാത്തു ഞങ്ങൾ കാത്തു ഞങ്ങൾ കാത്തു ഞങ്ങൾ 40 വത്സരം നോമ്പു നോറ്റു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളിലേക്ക് കടന്നു വന്നിരിക്കണം. നമ്മുടെ പരിപാടികൾ സമയബന്ധിതമായി തന്നെ നമുക്ക് തീർക്കേണ്ടതുണ്ട്. വീരപശുവിന്റെയും ടിപ്പു സുൽത്താന്റെയും ആസ്പർശനത്താൽ പുളകിതമായ വയനാടിന്റെ അടിത്തട്ടിൽ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എടക്കൽ ഗുഹയിൽ ആലേഖനം ചെയ്ത എടക്കൽ ഗുഹയുടെ അടിത്തട്ടിലും വയനാടിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന എലിസ്റ്റേറ്റ് മ്യൂസിയത്തിന്റെയും അടിത്തട്ടിൽ തലയുയർത്തി നിൽക്കുന്ന സരസ്വതി സാർ 1982-83 കാലഘട്ടത്തിൽ ഒരേ ബെഞ്ചിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച് എങ്ങോ പോയി പറഞ്ഞ നമ്മൾ 40 വർഷങ്ങൾക്ക് ശേഷം 2024 ജനുവരി മാസം 21-ാം തീയതി വീണ്ടും കണ്ടുമുട്ടാനും സ്നേഹങ്ങൾ പങ്കുവയ്ക്കാനും അവസരം ലഭിച്ചു. ആ കണ്ടുമുട്ടലിന്റെ ഓർമ്മ നൽകുന്ന ഈ ദിനത്തിൽ ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ചങ്ങാതിക്കൂട്ടം സുഹൃത്തുക്കളെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ 1 വർഷക്കാലം
ഈ ചങ്ങാതി കൂട്ടത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ കൺവീനർ ശ്രീ പ്രഭാകരനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. പ്രിയമുള്ള ചങ്ങാതികൂട്ടം സഹപാഠികളെ, നമ്മുടെ ചങ്ങാതികൂട്ടത്തിന്റെ രണ്ടാമത്തെ സംഗമമാണ്. അതിനിടയ്ക്ക് നമ്മളൊരു മിനി സംഗമം നടത്തി. പക്ഷെ മെഗാ സംഗമം എന്ന നിലയിൽ രണ്ടാമത്തെ സംഗമമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരുടെ മുഖത്തും ആ സന്തോഷം കാണുന്നുണ്ട്. ഇനി കുറെ പേര് എത്തിച്ചേരാനുണ്ട്. വളരെ ദൂരെ നിന്ന് പോലും ഇവിടെ നമ്മുടെ സംഗമത്തിൽ ഇവിടെ നമ്മുടെ സഹപാഠികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കുടുംബസമേതം വന്നവരുണ്ട്. അതിൽ പ്രത്യേകിച്ച് തോമസ്, അവർ കുടുംബാടക്കാണ് വന്നിരിക്കുന്നത്. തോമസിന് ഈ ലോകത്തിലേക്ക്, ഈ സംഗമത്തിൽ സ്വാഗതം പറയുന്നു. അതുപോലെ നമ്മുടെ രാജു എറണാകുളത്ത് നിന്ന് ഇന്നലെ തന്നെ വന്ന് ബത്തേരിയിൽ റൂമെടുത്ത് താമസിച്ച് വളരെ ഇൻട്രസ്റ്റോടുകൂടിയാണ് എത്തിച്ചത്. രാജുവിന് പ്രത്യേക ഒരു സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റിരിക്കുന്നത് നമ്മുടെ യുവ കവയത്രി അഞ്ജലി ശിവകാമി. ശിവകാമി നമ്മളെ കൂടെ പഠിച്ച നമ്മുടെ സഹപാഠിയുടെ ഈ മകൾ അഞ്ജലി നല്ലൊരു എഴുത്തുകാരിയാണെന്നുള്ളത് നമ്മൾ ഒരു 3-4 വർഷമായിട്ട് നമ്മൾ അറിയാം. പക്ഷെ പരിചയപ്പെടാൻ കഴിഞ്ഞത് കുറച്ച് അടുത്ത കാലത്താണ്. നമ്മുടെ ഈ ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് അഞ്ജലി ശിവകാമി നമ്മുടെ ശിവകാമിയുടെ മകളാണ് എന്നുള്ളത് അറിയുന്നത്. എന്തായാലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് അഞ്ജലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ഈ സംഗമത്തിന്റെ ചങ്ങാതികൂടത്തിന്റെ പേരിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഗതം പറയുന്നു. അതുപോലെ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മളൊരു കൊച്ചുകുട്ടി, നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ സുനിൽ കുമാറിന്റെ പെങ്ങളെ കുട്ടിയാണ് ഋഗ്വേദ് എസ് നായർ. അദ്ദേഹം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 3 A ഗ്രേഡ് വാങ്ങി വളരെ ശ്രദ്ധേയമായ വയനാട് ജില്ലയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കലാതിലകമായി മാറിയിരിക്കുകയാണ്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ അസംഷൻ സ്കൂളിലാണ് നമ്മളെ കുട്ടി പഠിക്കുന്നത്. വയനാട് ജില്ലയ്ക്ക് ഒരു മാതൃകയാണ്. അടുത്ത കലോത്സവത്തിൽ ആ കുട്ടിക്ക് ഇതിനെക്കാട്ടി മികച്ച ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ആ കുട്ടിയെ ഈ യോഗത്തിൽ പ്രത്യേകം അനുമോദിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചെയർപേഴ്സൺ ശ്രീ അബൂബക്കർ ഇവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ
ഈ വേദിയിൽ സ്വീകരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ അധ്യക്ഷനായി ക്ഷണിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ യോഗത്തിൽ പങ്കെടുത്തുള്ള നമ്മുടെ ഗ്രൂപ്പിലെ ഒരു കവിയും എഴുത്തുകാരനുമായിട്ടുള്ള ബെന്നി ഇവിടെ അദ്ദേഹത്തിന് കുറച്ച് പ്രയാസങ്ങൾ ഇവിടെ വളരെ നേരത്തെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്നുള്ള ഓരോരുത്തരെയും ഇനി എത്തിച്ചേരാനുള്ള ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ചെയർപേഴ്സൺ അബ്ദുവിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഒരു വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഗമം ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ വർഷം 24 ജനുവരി 21-ാം തീയതിയാണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ സംഗമം നടത്തിയത്. അതിനുശേഷം ഇന്നത്തെ ഈ സംഗമം ഇവിടെ ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ വിവിധ പരിപാടികൾ പലപ്പോഴായി സംഘടിപ്പിക്കുകയും ഒരുമിച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇത്തരത്തിലൊരു സമ്പൂർണ്ണ സംഗമം നമ്മൾ നടത്തിയത് വളരെ ഉത്സാഹപൂർവ്വം പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് ആമുഖ പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു വർഷത്തിനും ഇടെ നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു അനുശോചനം എന്ന നിലയിൽ ഒരു മിനിറ്റ് മൗനം ആചരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തികളെ നമുക്ക് പരാമർശിക്കാതെ വയ്യ. ഒന്ന് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ്, രണ്ട് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർ, നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ജയചന്ദ്രൻ, ഇങ്ങനെ പ്രശസ്തരായ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചങ്ങാതിക്കൂട്ടം സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ട പലരും ഈ കാലയളവിൽ വിട പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ രവീന്ദ്രന്റെ മകനാണ്, അവർ ആ അപകടത്തിൽ മരണപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ ഭർത്താവ്, ഉഷയുടെ ഭർത്താവ് സോമൻ എന്നയാളും ഇതിനിടയ്ക്ക് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അവരെയും അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഒരു മിനിറ്റ് നമുക്ക് മൗനം ആചരിക്കാം. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സഹപാഠി ശിവകാമേശ്വരിയുടെ മകൾ അഞ്ജലി ശിവകാമിയാണ്. അഞ്ജലി ശിവകാമി അതുപോലെ തന്നെ നമ്മുടെ ഒരു വിശിഷ്ട അതിഥി എന്ന നിലയിൽ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സുനിലിന്റെ മരുമകൻ, സഹോദരിയുടെ പുത്രൻ ഋഗ്വേദസ് നായർ. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട തോമസ്, അദ്ദേഹത്തിന്റെ കുടുംബം, ഈ ചങ്ങാതിക്കൂട്ടത്തിന്റെ കൺവീനർ ശ്രീ സ്വാഗതം ആശംസിച്ച ശ്രീ പ്രഭാകരൻ, നമ്മുടെ പ്രിയപ്പെട്ട NG രാജു, ഈ ചങ്ങാതിക്കൂട്ടം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ അരുൺ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അഹോരാത്രം പ്രവർത്തിക്കുകയും എല്ലാവരെയും വിളിച്ച് ഈ പരിപാടിയിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമം നടത്തുകയും ചെയ്യാൻ പ്രിയപ്പെട്ട നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിന്റെ ജോയിന്റ് കൺവീനർ അസി, അതുപോലെ തന്നെ ലൗലി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഉത്സാഹപൂർവ്വം എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2024 നമ്മൾ പ്രഥമ സംഗമം നടത്തി. അതിനുശേഷം നമുക്ക് സാധ്യമാകുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഒരുമിച്ച് ചേരാൻ ഉള്ള ഒരു അവസരം നമ്മൾ പാഴാക്കിയിട്ടില്ല. കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അതിനിടയ്ക്ക് നമ്മൾ ഒരു ചെറിയൊരു ടൂർ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമലൻ ദുരന്തമുണ്ടായ സമയത്ത് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം അതിനുവേണ്ടി സമാഹരിച്ചു. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ
ഈ അംഗങ്ങളിൽപ്പെട്ട 120 പേരിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും നമ്മളുമായിട്ട് പരിപൂർണമായി സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സൗഹൃദം എന്നെന്നും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൂടിച്ചേരുകയും വിവിധ പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നത്. അതൊക്കെ സുഗമമായി നടക്കുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരും വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ചാണ്, കഴിഞ്ഞ 40 വർഷം സഞ്ചരിച്ചാണ് ഈ 57ാം വയസ്സിൽ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഈ സൗഹൃദം കൂടുതൽ സുദൃഢമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്തരം കൂടിച്ചേരുകളുടെ ഉദ്ദേശ്യമെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളിലൊന്നും കൂടുതൽ സംസാരിച്ച് സമയം ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ സഹായ സഹകരണവും ചെയ്ത എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവകാമേശ്വരിയുടെ മകൾ അഞ്ജലി ശിവകാമിയാണ്. നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അവർ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു യുവ സുഹൃത്താണ്. അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലുമൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അവരെ ആദരപൂർവ്വം നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.